ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, അതിലുപരി ഇന്ത്യ എന്ന വിഷയത്തിൽ കൈകോർത്തിരിക്കുന്ന ദേശസ്നേഹികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. നമ്മുടെ ഇന്ത്യ പതിറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. രാജ്യത്തെ മോചിപ്പിക്കാൻ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ലാലാ ലജ്പത് റായ് തുടങ്ങിയ നിരവധി പേർ ത്യാഗങ്ങൾ സഹിക്കുകയും അതിക്രമങ്ങൾ നേരിടുകയും ചെയ്തു. ഇത്തരം നിരവധി പേരുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിഞ്ഞത്. നിരവധി ക്രൂരതകൾ അനുഭവിച്ച ശേഷം 1947 ആഗസ്റ്റ് 15-ന് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ചങ്ങലയിൽ നിന്നും മുക്തമായി. എല്ലാ ഇന്ത്യക്കാരും സ്വാതന്ത്ര്യം ശ്വസിച്ചു. എല്ലാ വർഷവും ആഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. ഈ ദിവസം ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം രാജ്യമെമ്പാടും വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും ദേശസ്നേഹത്തോടെയും ആഘോഷിക്കുന്നു. സ്കൂളുകളിലും മദ്രസകളിലും കോളേജുകളിലും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എല്ലാ വർഷവും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് ദേശീയ ഗാനം ആലപിക്കുകയും പരേഡ് മാർച്ചുകൾ നടത്തുകയും സൈന്യത്തിൻ്റെ ശക്തിപ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സല്യൂട്ട് നൽകുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനമാണ്. ഈ ശുഭദിനത്തിൽ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ബഹുമാനം നിലനിർത്താനും അതിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനും നമുക്കെല്ലാവർക്കും പ്രതിജ്ഞയെടുക്കാം. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.